ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ SK. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പ്രിവ്യൂ കണ്ട വീഡിയോ ആണ്. ആ ഒരു വീഡിയോ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റഗ്രാം റീൽസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം. ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് കെയിൻമാസ്റ്റർ ആണ്. അപ്പോൾ കെയിൻമാസ്റ്ററിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഒരുപാട് ഫിൽറ്ററും അതുപോലെ തന്നെ ഒരുപാട് ക്ലിപ്പ് ഗ്രാഫിക്സ് എല്ലാം അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോകാം. ഇവിടെ നമ്മൾ കെയിൻമാസ്റ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യണം. പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് 9.16 എന്ന് പറയുന്ന സ്ക്രീൻ സൈസ് നമ്മൾ സെലക്ട് ചെയ്യണം. കാര്യം റീൽസ് എല്ലാം വരുന്നത് ഈ ഒരു സ്ക്രീൻ സൈസിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സ്ക്രീൻ സൈസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു സെറ്റിങ്സ് ഓപ്ഷൻ, ഈ ഒരു സെറ്റിങ്സ് നമ്മൾ സെലക്ട് ചെയ്യണം. ഈ ഒരു സെറ്റിങ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ട് താഴോട്ട് വരാൻ നേരത്ത് ഇവിടെ ഫിൽ സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ അനേബിൾ ചെയ്യണം. ഇനിയാണ് നമ്മുടെ എഡിറ്റ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എഡിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, മീഡിയ സെലക്ട് ചെയ്യണം. മീഡിയ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഡൗൺലോഡ് ഫയലിൽ പോയിട്ട് എന്ത് ചെയ്യുക, കുറച്ച് ഇമേജ് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമുള്ള ഇമേജ് എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാം. കുറച്ച് അധികം ഇമേജ് ആയിരുന്നാലും വേണ്ടില്ല. കാര്യം എന്ന് പറയുമ്പോൾ ആ ഒരു ബീറ്റ് ഉണ്ടല്ലോ, ആ ഒരു BGM ആ ഒരു ബീറ്റ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ മൂവ് ആവുന്നതാണ്, നല്ല സ്പീഡുള്ളതാണ്. അപ്പം ഈ ഒരു പിക്ക് നമുക്ക് അതുപോലെ നല്ല രീതിയിൽ സ്പീഡാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, ഒരുപാട് പിക്ക് നമുക്കിവിടെ ആഡ് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് ആ ഒരു പിക്കെല്ലാം നമ്മൾ എത്രത്തോളം ചെറുതാക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ ചെറുതാക്കുക. ഓക്കെ, നല്ല രീതിയിൽ ചെറുതാക്കി വയ്ക്കുക. നമ്മൾ നേരത്തെ ആ സെറ്റിങ്സ് ഓപ്ഷൻ നമ്മൾ അനേബിൾ ചെയ്തുകൊണ്ട് നമുക്ക് താണ്ടെ ഇതുപോലെ നമുക്ക് ആ ഒരു പിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ആ ഒരു സ്ക്രീനിൽ സെറ്റ് ആവുന്ന രീതിയിൽ നമുക്ക് ആ ഒരു പിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ പിക്കും ഇതുപോലെ സെറ്റ് ചെയ്യുക. അപ്പം നമ്മളിവിടെ എല്ലാ പിക്കും കറക്റ്റ് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ എക്സ്പോർട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 1080p സെലക്ട് ചെയ്യുക. അതുപോലെ ഫ്രെയിം റൊട്ടേറ്റ് എന്ന് പറയുമ്പോൾ 24 സിനിമ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ നമ്മളെ വീഡിയോ എക്സ്പോർട്ടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ എക്സ്പോർട്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കറിങ് വരാം. ബേക്കറിങ് വന്നതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ നമ്മളൊരു പിക്ക് ആഡ് ചെയ്യുക. കാര്യം നമ്മൾ മെയിനായിട്ട് ഫസ്റ്റിൽ മൂവ് ചെയ്തൊരു പിക്ക് നമ്മൾ ആ ഒരു വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ആ ഒരു പിക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഒരു പിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പിക്ക് നമുക്ക് കുറച്ച് ചെറുതാക്കി വയ്ക്കാം. നമ്മൾ നേരത്തെ ചെറുതാക്കേണ്ട അത്രയും നമുക്ക് ചെറുതാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു പിക്ക് നമുക്ക് ചെറുതാക്കേണ്ട. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു സ്പീഡ് നമുക്ക് കുറച്ച് നേരം നിൽക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമെന്ന് പറയുമ്പോൾ ലെയർ സെലക്ട് ചെയ്യണം. ലെയർ സെലക്ട് ചെയ്ത് മീഡിയ സെലക്ട് ചെയ്തിട്ട് ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ ഒരു വീഡിയോ നമുക്ക് ആഡിയോ ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. നമ്മുടെ ഡൗൺലോഡ് ഫയലിൽ പോയിട്ട് ആ ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ആ ഒരു വീഡിയോയുടെ സോങ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പം താഴോട്ട് വരാൻ നേരത്ത് ഇവിടെ എക്സ്ട്രാക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിലുള്ള സോങ് നമുക്ക് എന്ത് ചെയ്യും, താഴെ കിട്ടും. നമുക്ക് ജസ്റ്റ് ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സോങ് നമുക്ക് താഴെ കിട്ടും. ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ആ ഒരു ബീറ്റ് തുടങ്ങുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാർക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കേട്ട പോലത്തെ ഈ ഒരു സെക്കൻഡ് നമുക്ക് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ആഡ് ചെയ്ത പിക്ക് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ നീക്കി ഒന്ന് വെക്കാം. ഓക്കെ, ആ ഒരു മാർക്കിൽ നമുക്ക് ആ ഒരു പിക്ക് സെലക്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പിക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിപ്പ് ഗ്രാഫിക്സ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പിക്ക് നമുക്ക് സെലക്ട് ചെയ്യാം. ആ ഒരു പിക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്ലിപ്പ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിപ്പ് ഗ്രാഫിക്സ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇൻ ആനിമേഷൻ എന്ന് പറഞ്ഞ് ഒരു ക്ലിപ്പ് ഗ്രാഫിക്സ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലിപ്പ് ഗ്രാഫിക്സ് വേണമെങ്കിൽ ഇവിടെ ഗെറ്റ് മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ചെയ്തിട്ട് നമുക്ക് ഇവിടെ ആനിമേഷൻ എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണിക്കും. ഓക്കെ, ആ ഒരു ഓപ്ഷനിലാണ് നമുക്ക് ഇതുപോലെയുള്ള ക്ലിപ്പ് ഗ്രാഫിക്സ് നമുക്ക് എല്ലാം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലാണ് നമ്മളെല്ലാം ഡൗൺലോഡ് ചെയ്യാൻ. ഓക്കെ, ഇത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പം ഈ ഒരു ഓപ്ഷനിലാണ്
അപ്പോൾ നമ്മൾ ഗെറ്റ് മോർ സെലക്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇതുപോലത്തെ ഇൻ്റർഫേസ് കിട്ടും. അപ്പം ഇതിൽ ആനിമേഷൻ എന്ന് പറയുന്ന സെക്ഷനിലാണ് നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകുന്ന ക്ലിപ്പ് ഗ്രാഫിക്സിൻ്റെ ഫുള്ള് ആനിമേഷൻ എല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ ആനിമേഷൻ ഔട്ട് ആനിമേഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇൻ ആനിമേഷൻ സെലക്ട് ചെയ്തിട്ട് ഇതിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ 5ാമത്തെ ആനിമേഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 05 എന്ന് പറയുന്ന ആനിമേഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ആ ഒരു ക്ലിപ്പ് ഗ്രാഫിക്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്ന് പറയുമ്പോൾ ഇൻ ആനിമേഷനിൽ 0.5. ഓക്കെ, അത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ആ ഒരു ബീറ്റ് എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പിക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ദൂരം നമുക്ക് ഇതുപോലെ ഒന്ന് നീക്കി വെക്കാം. ഇതുപോലെ നീക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും കൂടെ നമുക്കൊരു ക്ലിപ്പ് ഗ്രാഫിക്സ് ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്ലിപ്പ് ഗ്രാഫിക്സ് ആഡ് ചെയ്യാം. അപ്പം ആ ഒരു പിക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ക്ലിപ്പ് ഗ്രാഫിക്സ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇൻ ആനിമേഷനാണ് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തത്. ഇനി നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഔട്ട് ആനിമേഷനാണ്. നമ്മൾ ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ക്ലിപ്പ് ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ആഡ് ചെയ്തതിൻ്റെ തിരിച്ച് ഓപ്പോസിറ്റാണ് നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് 06 ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ആനിമേഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്യാം. ഇവിടെ നമ്മളത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് മീഡിയ സെലക്ട് ചെയ്യാം. മീഡിയ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത് വെച്ച ആ ഒരു വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ടുവയ്ക്കാം. ആ ഒരു വീഡിയോ നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ഹോൾഡ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 ഫിംഗർ യൂസ് ചെയ്ത് ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് നീക്കാം. ഇതുപോലെ നീക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പിക്ക് കുറച്ചും കൂടെ ചെറുതാക്കാം. കാര്യം ആ ഒരു BGM അവിടെ നല്ല രീതിയിൽ സ്റ്റോപ്പ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വീഡിയോയുടെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോ നമുക്ക് സേവ് ചെയ്യാം. വീഡിയോ സേവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ സേവ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും വീഡിയോയെക്കുറിച്ചുള്ള സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ ചെയ്യുന്ന ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ടേക്കുക. അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓൾ അനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പോൾ മാത്രമേ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഇതുപോലുള്ള പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.